ബ്രിട്ടനിലേക്ക് അനധികൃതമായി ചേക്കേറുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി നിർബന്ധമായി വാലന്റൈൻ ഡേ കാർഡ് എഴുതിക്കുന്ന ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലെ സ്കൂളുകളിലെ അധികാരികൾക്കെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. 5 വയസ്സുള്ള കൊച്ചു കുട്ടികളെ കൊണ്ടാണ് ആസൂത്രിതമായി ബ്രിട്ടനിലേക്ക് എത്തുന്ന തീവ്രവാദ പശ്ചാത്തലം പോലുമുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് നിർബന്ധമായി വാലന്റൈൻസ് ഡേ കാർഡുകൾ എഴുതിക്കുന്നത്. ക്ലാസ് മുറികൾ അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല, മറിച്ച് ശാസ്ത്രം പഠിപ്പിക്കുന്നതിനായിരിക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നതിനെതിരെ വിദ്യാഭ്യാസ സെക്രട്ടറി അടക്കമുള്ളവർ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരിക്കുകയാണിപ്പോൾ. യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റം നടക്കുന്നത് ബ്രിട്ടനിലേക്കാണ്. ബ്രിട്ടനിൽ നിലനിൽക്കുന്ന നിയമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമൊക്കെ അനധികൃത കുടിയേറ്റക്കാർക്ക് വളമിട്ട് കൊടുത്തിരിക്കുന്നതിനാൽ കള്ളവണ്ടിയോ കള്ളബോട്ടോ കയറി ബ്രിട്ടന്റെ കടലിടുക്കിലെത്തിയാൽ അവരെ സ്വീകരിച്ചാനയിച്ചു കൊണ്ടുപോയി തീറ്റിപ്പോറ്റി സംരക്ഷിക്കേണ്ട ഗതികേടാണ് അവർക്ക് വന്നനുഭവിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി അങ്ങോട്ടേക്ക് എത്തിയാൽ പോലും അത്തരക്കാരെ ബ്രിട്ടൻ സംരക്ഷിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ആഭ്യന്തര കലാപം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സുഡാൻ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, യമൻ, ഇറാഖ് തുടങ്ങിയ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് തീവ്രവാദ പശ്ചാത്തലമുള്ളവർ പോലും ബ്രിട്ടനിലേക്ക് ചേക്കേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച് സൗജന്യമായി ലഭിക്കുന്നതെല്ലാം ആസ്വദിച്ച് ആർമാദിക്കുകയാണ്. ഇത്തരത്തിൽ അനധികൃതമായി എത്തിയവർ അധികാരത്തിൽ പോലും എത്തിച്ചേരുന്ന സാഹചര്യം സംജാതമായിരിക്കുകയും തദ്ദേശീയരായ ചിലരുടെ എതിർപ്പുകൾ ശക്തമാവുകയും ചെയ്തതോടെ അസ്തിത്വബോധം പ്രബലപ്പെട്ട ബ്രിട്ടീഷുകാർ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇസ്ലാമിക അധിനിവേശം അതിശക്തമായതിനാൽ തദ്ദേശീയരായ ബ്രിട്ടീഷുകാർ ഒന്നിച്ചു നിന്ന് കുടിയേറ്റത്തെ എതിർത്തില്ലെങ്കിൽ യൂറോപ്പ് ഇനിയൊരു ഓർമ്മ മാത്രമായി അവശേഷിക്കുമെന്ന് ബ്രിട്ടനിൽ വന്ന ട്രംപ് പ്രസ്താവിക്കുകയും ചെയ്തതോടെ അതിശക്തമായ പ്രതിഷേധമാണ് ബ്രിട്ടനിൽ ഉയർന്നിരിക്കുന്നത്. അതിനിടയിലാണ് കൊച്ചുകുട്ടികളെ കൊണ്ട് അനധികൃത കുടിയേറ്റക്കാർക്ക് വാലന്റൈൻ പ്രണയ കത്തെഴുതിക്കുന്ന തരത്തിൽ അങ്ങേയറ്റം അധാർമികമായ നടപടികളുമായി ലേബർ സർക്കാർ വലിയ വിവാദമുണ്ടാക്കിയിരിക്കുന്നത്. സ്കൂളുകളിലെ പ്രവർത്തനങ്ങളിൽ കുട്ടികൾ നേരിട്ട് പങ്കാളികളല്ലെന്ന തൊടുന്യായങ്ങൾ ഉയർത്തി ഇതിനായി നെറ്റ്വർക്ക് നടത്തുന്ന സിറ്റീസ് ഓഫ് സാങ്ച്വറി UK ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഓറഞ്ച് നിറത്തിലുള്ള ഹൃദയങ്ങളുടെ ഇമേജുകൾ, ദയ, സ്വീകരിക്കൽ എന്നീ ആശയങ്ങളാണ് ദ്യോതിപ്പിക്കുന്നതെന്നുള്ള ന്യായീകരണങ്ങളാണ് ഇവരിപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് അങ്ങേയറ്റം അപമാനകരമായ പരിപാടിയാണെന്നും അതിന് കുട്ടികളെ പ്രേരിപ്പിച്ച സ്കൂളുകളുടെ പട്ടിക പുറത്തുവിട്ടുകൊണ്ട് പ്രതിഷേധക്കാർ തങ്ങളുടെ നയവും വ്യക്തമാക്കി. അഭയാർത്ഥികളുടെ രൂപത്തിൽ അവർ നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും തേടിയാണ് വരുന്നതെന്നും അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കണമെന്നും വെള്ളക്കാരായ പെൺകുട്ടികളെ അഫ്ഗാനികളുടെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു ഗ്രൂമിംഗ് എക്സസൈസാണ് ഈ പരിപാടിയെന്നും പ്രതിഷേധക്കാർ ശക്തമായി പറയുമ്പോൾ യാഥാസ്ഥിതിക ബ്രിട്ടീഷ് സമൂഹം അമ്പരന്ന് നിൽക്കുകയാണ്. വാലന്റൈൻസ് ദിനമെന്നാൽ പ്രണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നും അത്തരം പ്രകടനങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മുതിർന്ന പുരുഷന്മാരോട് കുട്ടികൾ പ്രകടിപ്പിക്കേണ്ടതല്ലെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ലെന്നും ഇത് ക്ലാസ് മുറിയിലെ രാഷ്ട്രീയമാണെന്നും കൂട്ടക്കുടിയേറ്റം സാധാരണ നിലയിലാക്കാനും ആരോഗ്യകരമായ സുരക്ഷാ അതിരുകൾ ഇല്ലാതാക്കാനും നമ്മുടെ കുട്ടികളെ പ്രചാരണ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നുവെന്നും ഇത്തരം പരിപാടികൾ ആവിഷ്കരിച്ചത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെന്നും മാതാപിതാക്കളോട് കൂടി ആലോചിച്ചില്ല, പലരും പിന്നീട് മാത്രമാണ് അത് കണ്ടെത്തിയതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ തിന്മ നിറഞ്ഞ പ്രവണതയ്ക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. UK-ലെ 1200-ലധികം സ്കൂളുകളിലും സർവകലാശാലകളിലും ലൈബ്രറികളിലും തിയേറ്ററുകളിലും മാത്രമല്ല ഒട്ടുമിക്ക നഗരങ്ങളിലും പോലും നുഴഞ്ഞു കയറിയ ഒരു UK സംഘടനയാണ് ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന സിറ്റി ഓഫ് സാങ്ച്വറി എന്നും അവർക്ക് ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടെന്നും നിലവിൽ ഈ പരിപാടി നടത്തുന്ന സ്കൂളുകളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ കുട്ടിയുടെ സ്കൂൾ ഉണ്ടെങ്കിൽ സ്കൂൾസ് ഓഫ് സാങ്ച്വറി പ്രോഗ്രാമിൽ നിന്ന് സ്കൂൾ പിന്മാറുന്നതുവരെ സെപ്റ്റംബറിൽ കുട്ടിയെ സ്കൂളിൽ അയക്കരുതെന്ന് കുട്ടികളുടെ മാതാപിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തത് കൂടാതെ സ്കൂൾ ഇനി വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചരണങ്ങളിൽ ഉൾപ്പെടുത്തുകയോ സ്കൂളിന് പുറത്തുള്ള മുതിർന്നവരുമായി ഇത്തരത്തിലുള്ള സമ്പർക്കം പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് പ്രധാന അധ്യാപകനിൽ നിന്ന് രേഖാമൂലമുള്ള സ്ഥിരീകരണം പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും
മലയാളികളായ നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലാണ് അധികാരികളുടെ ഒത്താശയോടെ കൊച്ചു കുട്ടികളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കുന്ന ഈ അധർമ്മ വൃത്തി അരങ്ങേറിയിരിക്കുന്നത് എന്നത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. UK റോച്ചഡൈലിലെ ഗ്രൂമിംഗ് ഗ്യാങ്ങുകളായ പാകിസ്ഥാനി കുടിയേറ്റക്കാർ വർഷങ്ങളോളം തങ്ങളുടെ കൊച്ചു പെൺകുട്ടികളെ പിച്ചി ചീന്തിയിട്ടും പഠിക്കാത്ത ബ്രിട്ടീഷുകാർ നാശം ഇരന്നു വാങ്ങുകയാണ്.